ഉത്സവം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടുള്ള 2 ഉത്സവങ്ങളാണ് ശിവരാത്രി, നവരാത്രി. ഭാരതത്തിൽ ആസേതു ഹിമാചലം ആഘോഷിക്കപ്പെടുന്ന ഉത്സവങ്ങളിൽ 2 എണ്ണത്തിൻ്റെ കൂടെയാണ് നമ്മൾ രാത്രി എന്ന പദം ചേർത്ത് ഉച്ചരിക്കാറുള്ളത്. മാത്രമല്ല മഹാനവമി, മഹാശിവരാത്രി, ആ മഹാ എന്നുള്ള ആ പ്രിഫിക്സ് ആയിട്ടുള്ള വിശേഷണവും സഫിക്സ് ആയിട്ട് രാത്രി എന്നും ചേർക്കപ്പെടുന്നത് 2 ഉത്സവങ്ങൾക്കാണ്. മറ്റുള്ള എല്ലാ ഉത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇതിന് ചില പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെയാണ് വ്രതാനുഷ്ഠാനങ്ങൾ, പൂജാവിധികൾ, ഇതിനൊക്കെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മഹത്തരമായിട്ട് കണക്കാക്കപ്പെടുന്നു. നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണ് പ്രോസ്പെരിറ്റി, ഹെൽത്ത്, വെൽത്ത്, ഹാപ്പി. യഥാർത്ഥ ഹാപ്പിനെസ് വരണമെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഹെൽത്തും വേണം, വെൽത്തും വേണം. നോക്കൂ, ഇന്ന് ലോകത്തിൽ ചില ആളുകളുടെ പക്കൽ ഹെൽത്ത് ഉണ്ട്, പക്ഷെ വെൽത്ത് ഇല്ല. നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, രോഗങ്ങളൊന്നുമില്ല, പക്ഷെ ധനമില്ല, അതുകൊണ്ട് സന്തോഷമില്ല. ചിലരുടെ പക്കൽ ധാരാളം ധനമുണ്ട്, പക്ഷെ രോഗിയാണ്, നിത്യരോഗിയാണ്, അതുകൊണ്ട് സന്തോഷമില്ല. ഹെൽത്ത് പ്ലസ് വെൽത്ത് ഈസ് ഈക്വൽ ടു ഹാപ്പിനെസ്. ആ വെൽത്ത് എന്ന് പറയുന്നത് എന്ത് വെൽത്താണ്? കേവലം ധനം മാത്രമാണോ നമ്മുടെ വെൽത്ത് എന്ന് പറയുന്നത്? അല്ല. കംപ്ലീറ്റ് പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് 8 ഐശ്വര്യങ്ങളാണ്. 8 ഐശ്വര്യങ്ങൾ. അത് നേടിയെടുക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹം, അഭിലാഷം. എല്ലാവരും ജോലിക്ക് പോകുന്നു, പഠിക്കുന്നു. എന്തിനു വേണ്ടിയോ? ഒന്ന് സ്വസ്ഥമായി സന്തോഷത്തോടെ ജീവിക്കണം. അതിനുവേണ്ടിയാണ് ഇക്കണ്ട ആളുകളെല്ലാം ലോകമെമ്പാടും പരക്കം പായുന്നത്. ആർക്കും ഒന്നിനും സമയമില്ല. എന്നിട്ടാണ് അറ്റൈൻ ദ പ്രോസ്പെരിറ്റി അറ്റ് എനിവേ. ഏതെങ്കിലും രീതിയിൽ എനിക്ക് കുറച്ച് പ്രോസ്പെരിറ്റി ഉണ്ടാക്കിയേ പറ്റൂ, എനിക്ക് നേടിയേ പറ്റൂ. ആ നേട്ടത്തിന് വേണ്ടിയുള്ള ഓട്ടമാണ്. അതാണ് ലക്ഷ്യമീ എന്നാ പറയുക. ലക്ഷ്യമീ, എൻ്റെ ലക്ഷ്യം എന്നാണ് ആ വാക്കിന്റെ തന്നെ മീനിങ്. ലക്ഷ്യമീ, ഞാൻ എന്താണ് ഈ ജീവിതത്തിൽ ഈ സമയത്ത് സ്വായത്തമാക്കേണ്ടത്? അതിനുള്ള സിമ്പിളായ യുക്തിയാണ് ശരിക്കും അഷ്ടലക്ഷ്മികളിലൂടെ നമ്മുടെ പൂർവികർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രകാരത്തിലുള്ള 8 ഐശ്വര്യങ്ങൾ എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറുന്നു, ഓർ വന്നു കൂടുന്നു, അപ്പോൾ മുതൽ നമ്മുടെ ജീവിതം സമ്പൽ സമൃദ്ധവും ഐശ്വര്യപ്രദായകവും സന്തോഷപൂരിതവുമായി തീരുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ലോകം സ്വർഗമാകുന്നു. സ്വർഗത്തിന് പറ്റി എന്താണ്? എല്ലാ ഐശ്വര്യത്തോടും കൂടിയവർ ജീവിക്കുന്ന ആ ലോകത്തെ, എല്ലാവരും ജീവിക്കുന്ന ലോകത്തെയാണ് ശരിക്കും സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സ്വർഗീയ സുഖത്തിന്റെ ആധാരം എന്താണ്? ഓൾ അറ്റൈൻമെന്റ്സ്. എല്ലാ പ്രകാരത്തിലുള്ള അറ്റൈൻമെന്റ്സുകളാണ് ശരിക്കും സുഖത്തിന്റെ ആധാരം. അത് നമ്മൾ നേടിയെടുക്കണം. എന്തൊക്കെ നേടിയെടുക്കണം എന്നതിൻ്റെ സ്മൃതി ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഉത്സവം നമ്മൾ ഭാരതത്തിൽ ആഘോഷിക്കുന്നത്. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ കർമ്മത്തിലൂടെ എനിക്ക് കിട്ടേണ്ടത് ഇതാണ്. പക്ഷേ അവിടെ പലപ്പോഴും വിഘ്നങ്ങൾ വരുന്നു. അതാണ് അഷ്ടവിനായക്. അഷ്ടവിനായക് 8 പ്രകാരത്തിലുള്ള വിഘ്നങ്ങളാണ് പലപ്പോഴും അഷ്ട ഐശ്വര്യങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുവാൻ പലപ്പോഴും തടസ്സമായിരിക്കുന്നത്. അപ്പൊ ആ അഷ്ടവിഘ്നങ്ങളെ മാറ്റിയെങ്കിലേ അഷ്ടൈശ്വര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അതിന് ഇടയിൽ ഒന്ന് വരണം അഷ്ടശക്തികൾ. ആ അഷ്ടശക്തികളുടെ പൂർണ്ണതയായിട്ട് പരമാത്മാവിൽ നിന്നും ആത്മാവ് 8 പ്രകാരത്തിലുള്ള ശക്തികളെ നിറച്ച് 8 ഭുജത്തോടു കൂടിയവളായിട്ട് ദുർഗയെ കാണിക്കുന്നു. ദുർഗ മീൻ ശക്തി. അപ്പം അഷ്ടശക്തികൾ കൊണ്ട് അഷ്ടവിഘ്നങ്ങളെ ആരാണോ സമാപ്തമാക്കുന്നത് അവരുടെ ജീവിതം അഷ്ടൈശ്വര്യങ്ങൾ കൊണ്ട് സമ്പന്നമായി തീരുന്നു. ഇന്ന് നമുക്ക് കൂടുതൽ ടൈം മെഡിറ്റേഷൻ ആണ്. അഷ്ടലക്ഷ്മിമാര് ആരൊക്കെയാണ്? ശരിക്കും നമ്മൾ 14 ലക്ഷ്മിയെ കുറിച്ച് ഇന്ന് പഠിക്കണം. 21 ലക്ഷ്മിമാരുണ്ട്, അതിൽ പ്രധാനമായിട്ടുള്ളത് 14 പേരാണ്. ഇന്ന് നമുക്ക് 8 ലക്ഷ്മിമാരെ കുറിച്ചുള്ള മെഡിറ്റേഷൻ സമയമുണ്ടെങ്കിൽ ചെയ്യണം. ഇന്നലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ച പോർഷൻ ആണ് മഹാലക്ഷ്മിയുടെ 1008 പേരുകൾ. ഈ 30 നമ്മൾ ഇന്നലെ ഓൾറെഡി ക്ലാസ്സിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് സമയമുണ്ടെങ്കിൽ ബാക്കി അതും കൂടെ ചെയ്യണം.
അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ലക്ഷ്മിയുടെ പേരാണ് ആദിലക്ഷ്മി. ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ട്, ആദിയിലുണ്ടായവൾ. ബ്രഹ്മാവിന്റെ ചുണ്ടിൽ നിന്നും ആദി കന്യക പ്രകടമായി സരസ്വതി എന്ന് പറയാ. ആ സരസ്വതി പിന്നീട് ലക്ഷ്മിയാകുമ്പോൾ നമ്മൾ അതിനെ ആദിയിലുണ്ടായ ലക്ഷ്മി, ആദിലക്ഷ്മി, ഒരു മഹാലക്ഷ്മി, പവിത്രതയുടെ ധനം നൽകുന്നവൾ എന്നർത്ഥത്തിലാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഭക്തിമാർഗത്തിൽ ആദിലക്ഷ്മിയെ കാണിക്കാറുള്ളത് മഹാവിഷ്ണുവിന്റെ മടിയിലാണ്. നാരായണന്റെ മടിയിൽ ലക്ഷ്മി ഇരിക്കുന്നു. അതായത് യഥാർത്ഥമായ ഐശ്വര്യം, പവിത്രത, പരിശുദ്ധി ഇതൊക്കെ നിലനിൽക്കുന്നത് ജ്ഞാനത്തിന്റെ ബേസിലാണ്. ജ്ഞാനത്തിന്റെ മടിത്തട്ടിലാണ് ശരിക്കും ഐശ്വര്യം പാലിക്കപ്പെടുന്നത്. അറിവില്ലാത്തിടത്ത് ഐശ്വര്യത്തിന് നിലനിൽപ്പില്ല. ഐശ്വര്യം വന്നു കയറും, അതുപോലെ ഇറങ്ങിപ്പോകും. എവിടെ അറിവുണ്ടോ, വിവേകമുണ്ടോ, അവിടെ ഐശ്വര്യവും നിലനിൽക്കും. നമുക്കറിയാവുന്നതല്ല, ഇപ്പൊ കുറച്ച് ധനം നമ്മുടെ കയ്യിലേക്ക് വന്നു, നമുക്കത് ഹൗ ടു യൂസ്, വെൻ ടു യൂസ്, വേ ടു യൂസ്, ഹൗ മച്ച് യൂസ് അറിയില്ലെങ്കിലോ ആ ധനം ഒരു ദിവസം കൊണ്ട് നമ്മുടെ കയ്യിൽ നഷ്ടമാവും, ഏതെങ്കിലും രീതിയിൽ നഷ്ടമാവും. നേരെ വിവേകമുണ്ടെങ്കിലോ, അറിവുണ്ടെങ്കിലോ ആ ധനം എന്നും നമ്മുടെ കയ്യിലുണ്ടാവും, അല്ലേ? അതുകൊണ്ട് അറിവും ഐശ്വര്യവും പരസ്പര പൂരകങ്ങളാണ്. അതാണ് ലക്ഷ്മി നാരായൺ. നാരായൺ എന്നാൽ ജ്ഞാനധനമില്ലാത്തവനല്ല, അതായത് ജ്ഞാനധനത്തോട് കൂടിയവൻ. എവിടെയാണോ അറിവുള്ളത് അവിടെ ഐശ്വര്യങ്ങളും പൂർണ്ണതയിൽ തന്നെ നിലനിൽക്കപ്പെടും. അപ്പൊ ആദിലക്ഷ്മിയുടെ പ്രത്യേകത എന്താണ്? നമ്മൾ ആദ്യം സ്മൃതി ഉണർത്തേണ്ടതാണ്. ആദിലക്ഷ്മി സദാ ദയാലുവാണ്, സദാ കൃപാലുവാണ്. എപ്പോഴും സദാ ശുഭമായിട്ടുള്ള ആ ധനത്തിന്റെ ശ്രേഷ്ഠമായ മനസ്സിന്റെ ദാതാവാണ് ആദിലക്ഷ്മി. എന്താണ്? ദയാലുവാണ്, കൃപാലുവാണ്, ശുഭഭാവന നൽകുന്നവളാണ്, പരിധിയില്ലാത്ത ധനവും ശ്രേഷ്ഠമായ മനസ്സും. ധനം മാത്രം കിട്ടിയാൽ പോരല്ലോ, അത് ഉപയോഗിക്കാനുള്ള മനസ്സും കൂടി വേണ്ടേ? വെറും മനസ്സല്ല, ശ്രേഷ്ഠമായ മനസ്സ്, ഉയർന്ന മനോഭാവവും പ്രദാനം ചെയ്യുന്നവളാണ് ശരിക്കും ആദിലക്ഷ്മി. ആദിലക്ഷ്മിയെ സൂര്യനെ പോലെ തിളങ്ങുന്ന അത്ര തേജസ്വിനിയാണ്. അപ്പൊ ആ തേജസ്സിൽ എല്ലാ അശുദ്ധികളും ഇല്ലാതാകുന്നു. സൂര്യന്റെ പ്രകാശം അറിയാലോ, എല്ലാ ഇരുട്ടിനെയും ഇല്ലാതാക്കും, എല്ലാ അഴുക്കിനെയും ഇല്ലാതാക്കും. അതേപോലെ സൂര്യന് സമാനം തിളങ്ങുന്ന ആ തേജസ്വിയോട് കൂടിയ ആ ലക്ഷ്മിയുടെ സാന്നിധ്യത്തിൽ അവിടെ ഒരു അശുദ്ധിയും നിലനിൽക്കപ്പെടുകയില്ല. അതിലൂടെ ആത്മാവ് പവിത്രമായി തീരുന്നു. നമ്മുടെ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും വേണ്ട സമയത്ത് വേണ്ടത് പ്രവർത്തിക്കും. കണ്ണ് പ്രവർത്തിക്കും, അത് വേണ്ടിടത്ത് മാത്രം, കാണേണ്ടത് മാത്രം കാണും. ചെവി പ്രവർത്തിക്കും, വേണ്ടിടത്ത് മാത്രം, കേൾക്കേണ്ടത് മാത്രം കേൾക്കും. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും അതിൻ്റെ നിർണയശക്തി കരസ്ഥമാക്കുന്ന ആ സ്ഥിതിയാണ് ശരിക്കും ആദിലക്ഷ്മി. വരൂ, നമുക്ക് 2 മിനിറ്റ് ആദിലക്ഷ്മിയുടെ അനുഭവം ചെയ്യാം. ഞാൻ വിശ്വകല്യാണകാരിയായ ആദിലക്ഷ്മി സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ സൂക്ഷ്മവദനത്തിലേക്ക് പോവുകയാണ്. വദനത്തിൽ ഞാൻ ബാബയുടെ സമീപത്തിലിരിക്കുന്നു. ഞാൻ എൻ്റെ പൂജ്യസ്വരൂപത്തെ ഇമർജ് ചെയ്യുകയാണ്. ശ്രേഷ്ഠമായ കിരണങ്ങൾ കൊണ്ട് മുഴുവൻ ലോകത്തിൻ്റെയും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു.
സൂര്യന് സമാനം എൻ്റെ ശ്രേഷ്ഠമായ സങ്കല്പങ്ങളാകുന്ന കിരണങ്ങൾ നാലുപാടും വ്യാപിക്കുകയാണ്. ഇത് ആത്മാക്കളിലെ എല്ലാ അശുദ്ധികളെയും ഇല്ലാതെയാക്കുന്നു. അതിലൂടെ അവർ പവിത്രതയാകുന്ന ധനത്തെ പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് വിദ്യാലക്ഷ്മി. സത്യമായ ശ്രേഷ്ഠമായ ജ്ഞാനം നൽകുന്നവൾ. ഇന്നത്തെ മുറിയിലും മമ്മയുടെ ഒരു മഹാവാക്യം ഉണ്ടായിരുന്നല്ലോ, സർവശ്രേഷ്ഠമായ ബ്രഹ്മത്തിന്റെ ജ്ഞാനം, സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം, കർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അതാണ് സത്യജ്ഞാനം. ആ സത്യമായ ജ്ഞാനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ഉയർന്ന ഒരു ശ്രേഷ്ഠമായ തലം, അതായത് ദേവി ദേവതാ പദവിയെ പ്രാപ്തമാക്കി തരുന്നു. അങ്ങനെ നമുക്ക് പ്രാപ്തികൾ നൽകുന്നവളാണ് വിദ്യാലക്ഷ്മി. നമ്മുടെ സ്മൃതി സങ്കല്പം ഇങ്ങനെയാക്കൂ: വിദ്യാലക്ഷ്മി എന്നാൽ സൃഷ്ടിയാകുന്ന ഈ ഡ്രാമയുടെ, ഈ നാടകത്തെക്കുറിച്ചുള്ള വിശേഷപ്പെട്ട ജ്ഞാനം നൽകുന്നവളാണ്. അഥവാ
ബുദ്ധിയെ പവിത്രമാക്കി മാറ്റി ജീവൻ മുക്തി എന്നുള്ള ആ ലിബറേഷൻ ഇൻ ലൈഫ്, ജീവിച്ചിരിക്കെ തന്നെ മുക്തിയുടെ പദവി നമുക്ക് നേടിത്തരുന്നു. ഇത് ഈ ലക്ഷ്മി ആത്മാക്കൾക്ക് സത്യമായ ജ്ഞാനം നൽകി അവരെ അറിവ് കൊണ്ട് സമൃദ്ധമാക്കുന്നു, അറിവ് കൊണ്ട് നിറയ്ക്കുന്നു. ആത്മാവിൻ്റെ ശ്രേഷ്ഠ സങ്കല്പം അഥവാ ബുദ്ധിയാകുന്ന ഖജനാവിന് ഈ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ എവിടെ ചെന്നാലും സത്യമായ കാര്യങ്ങൾ സംസാരിക്കുവാൻ, സത്യം തുറന്നു പറയുവാനുള്ള പ്രേരണയാണ് യഥാർത്ഥ അറിവിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതായത് ഒരു വിഷയത്തെക്കുറിച്ച് സത്യം പറയണമെങ്കിൽ സത്യം അറിയണ്ടേ, അതെന്താണ് സത്യമെന്ന്. അറിയാത്ത പക്ഷം നമ്മൾ പറയുന്നതെല്ലാം തെറ്റായിരിക്കും. അതുകൊണ്ട് ആദ്യം കാര്യങ്ങളെ മനസ്സിലാക്കുക, എന്നിട്ട് പറയുക, അതേ സത്യമാവും. ഈ സത്യജ്ഞാനത്തിലൂടെ നമുക്ക് നിർവാണ സ്ഥിതി, അതോടൊപ്പം ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കും. ഈ സങ്കല്പത്തിൽ ഇരുന്നു കൊണ്ട് അല്പനേരം മെഡിറ്റേഷൻ ചെയ്യൂ. ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനാണ്. എനിക്ക് 3 ലോകങ്ങളെക്കുറിച്ചും സൃഷ്ടിയുടെ 3 കാലങ്ങളെക്കുറിച്ചും, അതായത് ഈ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെക്കുറിച്ചുള്ള സമ്പൂർണമായ ജ്ഞാനമുണ്ട്. ഞാൻ ദിവ്യബുദ്ധിയുടെ ഗിഫ്റ്റിലൂടെ എല്ലാ ആത്മാക്കൾക്കും സത്യമായ ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പക്കൽ സമ്പൂർണമായ ബ്രഹ്മജ്ഞാനമുണ്ട്. ആ ബ്രഹ്മജ്ഞാനത്തെ കചാപി എന്ന് പറയപ്പെടുന്ന ജ്ഞാനവീണമീട്ടി എല്ലാവർക്കും ജ്ഞാനം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദ്യയെല്ലാം തരുബവളെ ശ്രീ വിദ്യാലക്ഷ്മി വേണ്ടിയ മനതിലെ അറിവൊളി ദീപമെന പാങ്കുടനെ നീ അമർവായമ്മ വേണ്ടിയ മനതിലെ അറിവൊളി ദീപമെന പാങ്കുടനെ നീ അമർവായമ്മ വാണി അവതാരമേ ജ്ഞാന സൗഭാഗ്യമേ
ஆய கலைகள் 64 ஓயாமலே அளிக்கும் நாயகியே. ஆய கலைகள் 64 ஓயாமலே அளிக்கும் நாயகியே. தீயன போக்கியே நல்லன ஏற்றியே தெளிவினை தினமருளும் தனவாணியே. தீயன போக்கியே நல்லன ஏற்றியே தெளிவினை தினமருளும் தனவாணியே. ஸ்வரராகமயம் உன் வாசம் சுகநாதமயம் உன் ரூபம். ஸ்வரராகமயம் உன் வாசம் சுகநாதமயம் உன் ரூபம். ధనవాసి మగుడ జడాధరి శ్రీ విద్యాలక్ష్మి కలైవాణి ప్రణత సురేశ్వరి శ్రీ విద్యాలక్ష్మి వాణి అవతారమే. അടുത്തത് വിജയലക്ഷ്മി. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതാണല്ലോ സക്സസ് ഓർ വിക്ടറി. ഏതൊരു കർമ്മമണ്ഡലത്തിലും നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ പൂർണ്ണത, പെർഫെക്ഷൻ. ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ഷനാണ് അനേക ആത്മാക്കളിൽ നിന്നും നമുക്ക് ബ്ലെസ്സിങ്സ് നേടിത്തരുന്നത്. കൊള്ളാം, നന്നായിട്ടുണ്ട് അല്ലേ എന്ന് നമ്മളുടെ ആക്ഷനെ പ്രതി ഒരു വ്യക്തി പറയുന്ന ആ ഒരു കമന്റ്, അതാണ് ശരിക്കും നമുക്ക് ലഭിക്കുന്ന ബ്ലെസ്സിങ്സ്. അപ്പൊ വിജയലക്ഷ്മി എന്താണ്? മുക്തി അല്ലെങ്കിൽ വിജയത്തിന്റെ മാർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നവൾ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയവും വരുത്താതെ നല്ല മാർഗത്തിലൂടെ നടത്തി എവിടെയെല്ലാം നമ്മൾ വ്യാപരിക്കുന്നോ, നമ്മൾ വിചരിക്കുന്നുവോ, വിചാരിക്കുന്നുവോ, ആചരിക്കുന്നുവോ, വിഹരിക്കുന്നുവോ അവിടെയെല്ലാം സമ്പൂർണമായ വിജയം നേടിത്തരുന്നവൾ വിജയലക്ഷ്മി. നമ്മുടെ മനസ്സിലെ സങ്കല്പം ഇങ്ങനെയാക്കൂ: വിജയലക്ഷ്മി എന്നാൽ സർവശക്തികളുടെയും സ്വരൂപമാണ്. നമുക്കറിയാം, വിജയിക്കണമെങ്കിൽ ശക്തി വേണം. അതുകൊണ്ട് വിജയലക്ഷ്മി ശക്തി സ്വരൂപിണിയാണ്. മാത്രമല്ല, സൂക്ഷ്മമായ നമ്മുടെ ശക്തികൾ എന്തൊക്കെയാണ് അതിനെയെല്ലാം വർദ്ധിപ്പിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ധാരാളം നമ്മൾ അറിയാത്ത ടാലന്റ് നമുക്കുണ്ടല്ലേ. അപ്പൊ ആ ടാലന്റ് എന്താണ്? എനിക്ക് തന്നെ തോന്നും എനിക്ക് ഇന്ന കഴിവുകളുണ്ടല്ലോ, അതൊന്ന് പുറത്തേക്ക് കൊണ്ടുവരണമല്ലോ, അത് പ്രാക്ടിക്കൽ ആക്കണമല്ലോ. ബാബ എപ്പോഴും മുരളി എന്താണ്? തൻ്റെ ഉള്ളിലുള്ള വിശേഷതകളെ കാര്യത്തിൽ പ്രയോഗിക്കുന്നവരാണ് ശരിക്കും സഫലതാമൂർത്തിയാകുന്നത്. ഇപ്പൊ ജമാക്ക ഖാത്ത ബഡാനയ്ക്ക് യുക്തി, നമ്മുടെ പക്കലുള്ള സമ്പാദ്യത്തിന്റെ ഖജനാവ് വർദ്ധിപ്പിക്കുവാനുള്ള ഏറ്റവും വലിയ യുക്തി എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ശക്തികളെ, ആ സൂക്ഷ്മമായ ക്ഷമതകളെ കണ്ടെത്തി അത് കാര്യക്ഷമമായി പ്രാക്ടിക്കലിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ വിജയലക്ഷ്മി എന്താണ്? ആ ശക്തിയുടെ സ്വരൂപമായിരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ, ഉപബോധ മനസ്സിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തെല്ലാം ശക്തികൾ ഉറങ്ങിക്കിടപ്പുണ്ടോ അതിനെയെല്ലാം ഉണർത്തി കർമ്മപദത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മളെ സഹായിക്കുന്നു. സൂക്ഷ്മമായ ക്ഷമതകളെ വർദ്ധിപ്പിച്ച് എല്ലാ കാര്യത്തിലും സഫലത ഉണ്ടാക്കിത്തരുന്ന ഭാവമാണ്, ആ മനോഭാവത്തെയാണ് ഭക്തിയിൽ വിജയലക്ഷ്മിയായിട്ട് നമ്മൾ പൂജിക്കുന്നത്. അങ്ങനെ ഒരു ഭഗവതിയാണിത്. എന്താണ്? ആർക്കെല്ലാം മുക്തി ആഗ്രഹിക്കുന്നു, ആർക്കെല്ലാം മുക്തി വേണമോ അവർക്കെല്ലാം മുക്തിയിലേക്ക് പോകുവാനുള്ള സത്യമായ മാർഗം കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ഓരോരുത്തർക്കും വിജയത്തിന്റെ അനുഭവം ഉണ്ടാക്കി കൊടുക്കും. അവരെ വിജയി ആത്മാവാക്കി മാറ്റും. ഒരു നമുക്ക് അല്പനിമിഷം അതിന്റെ അഭ്യാസം ചെയ്യാം. ഞാൻ വിജയി ആത്മാവാണ്. സർവശക്തിവാനായ ശിവബാബ, എന്റെ മസ്തക മധ്യത്തിൽ
വിജയത്തിന്റെ തിലകം അണിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജ്ഞാനബലം കൊണ്ടും യോഗശക്തി കൊണ്ടും ഞാൻ മായയുടെ മേൽ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിജയീ സ്വരൂപത്തിലൂടെ ഞാൻ മറ്റുള്ള ആത്മാക്കളിലും മായയുടെ മേൽ വിജയം നേടുവാനുള്ള പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സദാ വിജയിയായ ആത്മാവാണ്. சொல்லித்தரும் விஜயலட்சுமியே, வெற்றி தரும் தேவியே விஜயலட்சுமியே, எங்கும் வெல்லும் வகை சொல்லித்தரும் விஜயலட்சுமியே, வெற்றி கனியை பெற்றுக் கொடுக்கும் பெருமை தேவி உனக்கு, சுற்றும் உலகோ உன்னை துதிக்கும் அதுவும் செல்வக் கணக்கு, ஜெயமருளும் உந்தன் திருவடி சரணம், தயவுடனே நீ காப்பாய் அனுதினம். விஜயலட்சுமியே அம்மா விஜயலட்சுமியே, ஜெய விஜயம் சேர்க்கும் விஜயலட்சுமியே, விஜயலட்சுமியே அம்மா விஜயலட்சுமியே, ஜெய விஜயம் சேர்க்கும் விஜயலட்சுமியே, வெற்றி தரும் தேவியே விஜயலட்சுமியே, எங்கும் வெல்லும் வகை சொல்லித் தரும் விஜயலட்சுமியே. அன்னவாகனம் கொண்ட ராஜரூபமே, சிம்மாசன கோலம் காட்டும் தேவியளே, அன்னவாகனம் கொண்ட ராஜரூபமே, சிம்மாசன கோலம் காட்டும் தேவியளே, சொர்ணமும் கமலமும் உன்னடி அலங்காரம், ஜெய ஜெய என்றேதான் அனுதினம் பாடும், சொர்ணமும் கமலமும் உன்னடி அலங்காரம், ஜெய ஜெய என்றேதான் அனுதினம் பாடும், ஷாமளம் வண்ணம் பாடும் தேவி சதிரிடும் எங்கள் விஜயராணியே, ஷாமளம் வண்ணம் பாடும் தேவி சதிரிடும் எங்கள் விஜயராணியே, ஆசிகள் தந்திட வருவாயம்மா, நான் யாவையும் வென்றிட. അടുത്തത് സന്താനലക്ഷ്മി. നമുക്കറിയാം, ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം എന്ന് പറയുന്നത് സത്സന്താനങ്ങളാണ്, നല്ല മക്കൾ. സമ്പത്തിവാൻ ഭവ എന്നുള്ള വരദാനം മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ.
സത്സന്താനുഭവ, നല്ല സന്താനങ്ങൾ ഉണ്ടാകട്ടെ. ആ വരങ്ങൾ കൂടി കിട്ടിയെങ്കിലേ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകും. എല്ലാവരും പറയും സത്സന്താനങ്ങൾ കുടുംബത്തിന്റെ ഐശ്വര്യമാണ്. അപ്പൊ സന്താനലക്ഷ്മി നമ്മൾ എങ്ങനെയാ കാണിക്കുക? മടിയിൽ ഒരു കുട്ടിയെ ഇരുത്തിക്കൊണ്ട് ആ കുഞ്ഞിനെ പരിപാലിക്കുന്ന രൂപത്തിലാണ് നമ്മൾ സന്താനലക്ഷ്മിയെ കാണിക്കാറുള്ളത്. അതായത് ഇവിടുത്തെ സന്താനം എന്താ? സ്ഥൂലമായൊരു കുട്ടിയല്ല, മറിച്ച് മനുഷ്യ ആത്മാക്കൾക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ആ അവസ്ഥ, ആ മഹാനത എന്താണ്? അതാണ് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ സന്താനം. ആ തിരിച്ചറിവ്, ഗുണങ്ങൾ, അതിനെ ദാനം ചെയ്യുന്നവൾ. അപ്പൊ സർവഗുണങ്ങളെയും നമ്മൾ എത്രത്തോളം ധാരണ ചെയ്യുന്നുവോ ആ ധാരണ നമ്മൾ പ്രാക്ടിക്കൽ ആക്കുമ്പോൾ അത് നമ്മളും ജന്മമെടുക്കുന്നത് എന്തും സന്താനങ്ങളാണ്. നമ്മുടെ സത്പ്രവൃത്തികൾ നമ്മുടെ സന്താനങ്ങളാണ്. അങ്ങനെ എല്ലാ മനുഷ്യാത്മാക്കൾക്കും മഹാനത, ശ്രേഷ്ഠമായ അവസ്ഥകളെ കൊടുക്കുന്ന, ഗുണങ്ങളെ ദാനം ചെയ്യുന്ന ലക്ഷ്മിയാണ് സന്താനലക്ഷ്മി. അപ്പൊ നമ്മളിൽ നിന്ന് എൻ്റെ മനസ്സ വാച കർമ്മണ, എന്നിൽ നിന്നും എന്ത് ജന്മമെടുക്കുന്നു അതെല്ലാം എൻ്റെ സന്താനമാണ്. സ്ഥൂലമായൊരു കുട്ടി മാത്രമല്ല. ഒരു മാതാപിതാക്കൾ കുട്ടി ജനിച്ചു, ആ കുട്ടിയെ സത്സന്താനമാക്കി വളർത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയല്ലേ? അവർക്ക് മഹാനത ഉണ്ടാക്കി കൊടുക്കണം, ശ്രേഷ്ഠമായ മാർഗം പറഞ്ഞു കൊടുക്കണം, നല്ല ഗുണങ്ങൾ പകർന്നു കൊടുക്കണം, നല്ല മാനേഴ്സ് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ആ കുട്ടിയെ സത്സന്താനമാക്കി മാറ്റേണ്ടത്. സ്ഥൂലമായൊരു കുട്ടിക്ക് ജന്മം കൊടുത്തുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ഇവിടെ സന്താനലക്ഷ്മി എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള മനോഭാവങ്ങളെ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നവളാണ്. നമുക്ക് ഈ സ്മൃതിയിലിരിക്കാം. സന്താനം ലക്ഷ്മി, ലക്ഷ്മി ബേട്ട ബേട്ടി എന്ന് വേണേൽ പറയാം അല്ലേ? ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ആ ഒരു സ്വരൂപത്തിലേക്ക് നമ്മളെ ധാരണ ചെയ്യണം. ആ സ്വരൂപത്തെ നമ്മൾ നമ്മളിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് അമ്മയുടെ ജോലി എന്താ? മക്കളെയെല്ലാം പരിപാലിക്കുക. ഇവിടെ നമ്മൾ എല്ലാ ആത്മാക്കളെയും പരിപാലിക്കുകയാണ് നമ്മുടെ കുട്ടികളായി കണ്ടുകൊണ്ട്. ജഗദംബയുടെ ഭാവത്തിലേക്ക് വന്ന് ഈ ലോകത്തിലുള്ള മുഴുവൻ ആത്മാക്കളും എൻ്റെ സ്വന്തം മക്കളാണ്. അവരെല്ലാം ശ്രേഷ്ഠരാകുമ്പോഴാണ് ഈ ലോകം സ്വർഗമായി തീരുന്നത്. അതുകൊണ്ട് മാനവ മൂല്യങ്ങൾ കൊണ്ട്, ഹ്യൂമൻ വാല്യൂസ് കൊണ്ട് ഞാൻ അവരെ പരിപാലിക്കുകയാണ്. കാരണം ഭഗവാൻ എനിക്ക് സാർവത്രിക മൂല്യങ്ങൾ നൽകിയിട്ടുണ്ട്, യൂണിവേഴ്സൽ വാല്യൂസ്. ആ യൂണിവേഴ്സൽ വാല്യൂസിനെ ഞാൻ എന്നിലേക്ക് സ്വായത്തമാക്കി ധാരണ ചെയ്തിട്ട് ആ മൂല്യങ്ങൾ കൊണ്ട് ഞാൻ മറ്റുള്ളവരെ പരിപാലിക്കുമ്പോൾ അതെന്തായി? മാനവ മൂല്യമായി, ഹ്യൂമൻ വാല്യൂസ്. അതുകൊണ്ട് സന്താനത്തിനെ ഒരു സന്താനം പറയുന്നത് എന്താണ് പറയുന്നത്? ദൈവം കനിഞ്ഞു നൽകിയ നിധിയാണെന്നല്ലേ മിക്കവാറും അമ്മമാരും മക്കളെ കുറിച്ച് പറയുന്നത്. നേർച്ചകളും കാഴ്ചകളും വഴിപാടും നടത്തിയപ്പോൾ ദൈവം തന്നൊരു നിധിയായിട്ടാണ് എല്ലാവരും സ്വന്തം മക്കളെ കാണുന്നത്. ഇവിടെ ഭഗവാൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണ്? ഈ ഹ്യൂമൻ വാല്യൂസ് ആണ്. അപ്പൊ നമുക്ക് ലഭിച്ച ശ്രേഷ്ഠമായ മൂല്യങ്ങളിലൂടെ നമ്മൾ അത്രയും ആരോഗ്യത്തോടു കൂടി ദീർഘ ആയുസ് നൽകി തൻ്റെ മക്കളെ പരിപാലിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ഒരു അമ്മയുടെ ഭാവത്തില്, മാതൃഭാവത്തിലുള്ള ലക്ഷ്മിയായിട്ട് മാറി. തൻ്റെ മടിയിലിരിക്കുന്നത് ലോകത്തിലെ സമസ്ത ആത്മാക്കളാണ്. ഞാൻ അവരുടെ മുമ്പിൽ അമ്മയാണ്. ഞാൻ അവരെ മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് അവരെ ഞാൻ ഉയർത്തുകയാണ്. ആ ഭാവത്തിൽ അഭ്യാസം ചെയ്യൂ. മെഡിറ്റേഷൻ. ഞാൻ ബൃഹത്തായ അമ്മയായ മാസ്റ്റർ ബ്രഹ്മാവാണ്. മാസ്റ്റർ ക്രിയേറ്ററാണ്. ഞാൻ നിമിത്തമായിരുന്നു കൊണ്ട്
ആത്മാക്കൾക്കെല്ലാം പരമാത്മാവിന്റെ ജ്ഞാനം പകർന്നു കൊടുത്ത് അവരുടെ ഉള്ളിൽ മൂല്യങ്ങളും ദിവ്യതയും നിറച്ച് അവരെ ഉണർത്തുകയാണ്. ഇപ്രകാരം ഗുണങ്ങളെ നിറച്ചു കൊടുക്കുന്നതിലൂടെ അവരുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന പവിത്രത, സ്നേഹം മുതലായ ഗുണങ്ങൾ ഉണരുകയാണ്. ഈ ഉണർവിലൂടെ എല്ലാ ആത്മാക്കളും അവരുടെ യഥാർത്ഥമായ ആത്മസ്വരൂപത്തിന്റെ അനുഭവം ചെയ്യുന്നു. சந்தான லக்ஷ்மி தாயே, எங்களுக்கு சௌபாகியம் தந்தருள்வாயே. சந்தான லக்ஷ்மி தாயே, எங்களுக்கு சௌபாகியம் தந்தருள்வாயே. மகப்பேறு தந்தருளும் பூமகளே, சுகப்பேறு வாய்த்தருளும் பொன்மகளே. மகப்பேறு தந்தருளும் பூமகளே, சுகப்பேறு வாய்த்தருளும் பொன்மகளே. குலம் காக்கும் கமலேஸ்வரி, எங்கள் அலைமகளே, என்றும் பாசமேந்தி வருவாயம்மா. தீபங்கள் உனக்காக வளர்த்தோம் அம்மா, உன் திருவதனம் தரிசித்து சிலிர்த்தோம் அம்மா. வம்சம் வளர்க்க வந்த நாயகி ஸ்ரீலக்ஷ்மி, வாரிசு வழங்கி சந்ததி காக்கும் சந்தான லக்ஷ்மி. வம்சம் வளர்க்க வந்த நாயகி ஸ்ரீலக்ஷ்மி, வாரிசு வழங்கி சந்ததி காக்கும் சந்தான லக்ஷ்மி. சந்தான லக்ஷ்மி தாயே, எங்களுக்கு சௌபாகியம் தந்தருள்வாய். അടുത്തത് ഗജലക്ഷ്മി. ഗജലക്ഷ്മി ആരാണ്? ആ ഗജലക്ഷ്മിയെ കാണിക്കുമ്പോൾ ആ രൂപം ഇങ്ങനെയാണ്. ലക്ഷ്മിയുടെ ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് രണ്ട് ആനകൾ ലക്ഷ്മിയുടെ മേൽ ജലധാര ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഗംഭീരതയുടെ മൂർത്തിമത് ഭാവമായിരിക്കുന്ന റോയൽറ്റിയുടെ പ്രതീകമാണ് ശരിക്കും ഗജലക്ഷ്മി. അതായത് ആത്മീക ബലത്തിന്റെ ആത്മീക ശക്തിദാതാവ്, അതാണ് ഗജലക്ഷ്മി. എല്ലാ ആത്മാക്കൾക്കും റോയൽറ്റി പ്രദാനം ചെയ്യുന്നു, ആത്മീക ബലം പകർന്നു കൊടുക്കുന്നവൾ. നമുക്ക് ഈ സ്മൃതി ചെയ്യാം. ഗജലക്ഷ്മി അത് പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടൊരു കഥയും
ഈ ലക്ഷ്മിക്ക് പിന്നിലുണ്ട്. സാഗര മഥനം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഖജനാവുകൾ എന്തൊക്കെയാണോ അതെല്ലാം വീണ്ടെടുത്ത് ഇന്ദ്രദേവന് കൊടുത്തു എന്നാണ് പറയുന്നത്. ദേവന്മാർക്ക് തങ്ങളുടെ ദിവ്യത്വമെല്ലാം വിഷയവികാരങ്ങളാകുന്ന സാഗരത്തിൽ മുങ്ങിപ്പോയപ്പോൾ ഈ ലക്ഷ്മിയാണ് അത് വീണ്ടെടുത്ത് ദേവേന്ദ്രന് കൊടുത്തു. അതുകൊണ്ട് സാഗരത്തിന്റെ മകളായിട്ട്, കടലിന്റെ മകൾ, കടലിൽ നിന്നും ഉയർന്നു വന്നു എന്നാണ് പറയുന്നത്. അതാണ് വെള്ളത്തിലാണ് എപ്പോഴും ലക്ഷ്മിയെ കാണിക്കുന്നത് അല്ലെ? ഗജലക്ഷ്മി ഇരിക്കുന്നത് വെള്ളത്തിലാണ്. അപ്പോൾ സാഗരത്തിന്റെ പുത്രി എന്ന രീതിയിലും നമ്മൾ ഗജലക്ഷ്മിയെ പൂജിക്കാറുണ്ട്. അപ്പൊ ഗജലക്ഷ്മി അർത്ഥം ഗജ്, ഗജം എന്നാൽ മഹാരഥി. അത്രയും ശ്രേഷ്ഠമായ തപസ്വിനിയാണ്, നല്ല പുരുഷാർത്ഥിയാണ്. അപ്പൊ മഹാരഥിക്ക് സമാനം അവിശ്വസനീയമായ ബലം, ശക്തി എല്ലാവർക്കും പകർന്നു കൊടുത്ത് അവരെയും ശക്തിശാലിയാക്കി മാറ്റുന്നു. അതോടൊപ്പം റോയൽറ്റിയുടെ അധികാരത്തിന്റെ രക്ഷക കൂടിയാണ് ആര്? ഗജലക്ഷ്മി. രാജപദവിയെ നിലനിർത്താൻ സഹായിക്കുന്ന, അധികാരം നിലനിർത്താൻ സഹായിക്കുന്ന, റോയൽറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ലക്ഷ്മിയാണ് വാസ്തവത്തിൽ ഗജലക്ഷ്മി. അപ്പൊ നമുക്ക് അല്പസമയം ആ ഗജലക്ഷ്മിയുടെ സ്വരൂപത്തിൽ നല്ല പവർഫുൾ ആയിട്ട് ഇരിക്കുക. ഞാൻ മാസ്റ്റർ സർവശക്തിവാനായ ജ്ഞാന സാഗരനായ പരമാത്മാവിൻ്റെ സന്താനമാണ്. ഞാൻ സാഗരപുത്രിയാണ്. സർവശക്തിവാനായ ബാബയിൽ നിന്നും ശക്തികളെടുത്ത് എന്റെ ജന്മസിദ്ധ അവകാശമായ, അധികാരമായ ഈശ്വരീയ സമ്പത്ത് ഞാൻ പ്രാപ്തമാക്കുകയാണ്. ഒരേ ഒരു ബലം, ഒരേ ഒരു ആശ്രയം. ഈ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് എല്ലാ ആത്മാക്കളെയും പരമാത്മാവുമായി ബന്ധിപ്പിക്കുന്നു. ഇപ്രകാരം ഈശ്വരനുമായി എല്ലാവരെയും ബന്ധിക്കുക വഴി അവരിലുള്ള എല്ലാ അഴുക്കുകളും ഇല്ലാതെയാകുന്നതിനുള്ള ശക്തി അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ആത്മാക്കളും അവരുടെ നഷ്ടപ്പെട്ടു പോയ രാജകീയത, അധികാരം വീണ്ടെടുത്ത് ഇന്ദ്രിയങ്ങളുടെ മേൽ വിജയം നേടി വീണ്ടും ഇന്ദ്രപദവി കരസ്ഥമാക്കുകയാണ്. ഗജലക്ഷ്മിയേ അമ്മ ഗജലക്ഷ്മിയേ, ഗജലക്ഷ്മിയേ അമ്മ ഗജലക്ഷ്മിയേ,
கஜலக்ஷ்மியே கஜமிரண்டு புறம் வணங்கும் கஜலக்ஷ்மியே கமலம் வாழும் தாயே விழித்திறந்து பாராய் கருணை கொண்டு உலகில் ராஜயோகம் தாராய் நீராடும் திருமகளே வெண்பட்டு ஆடையில் மின்னிடும் தாயே உன்னை மனந்தனில் எண்ணி பணிந்தேன் கஜலக்ஷ்மியே அம்மா கஜலக்ஷ்மியே கஜலக்ஷ்மியே அம்மா கஜலக்ஷ்மியே கஜமிரண்டு புறம் வணங்கும் கஜலக்ஷ்மியே கஜமிரண்டு புறம் வணங்கும் கஜலக்ஷ்மியே சனித சனித பா பமரி மனித பா ஆறாக பெருகி வரும் அருள் நதியே தினம் அபிஷேகம் கொள்கின்ற முழுமதியே ஆறாக பெருகி வரும் அருள் நதியே தினம் அபிஷேகம் கொள்கின்ற முழுமதியே தங்க தாமரை மலரை ஏந்தும் தேவியே எங்கும் தனி அரசாய் வாழும் ராணியே தங்க தாமரை மலரை ஏந்தும் தேவியே எங்கும் தனி அரசாய் வாழும் ராணியே ஸ்ரீதேவி கஜலக்ஷ்மி அலைமகளாக ஆளும் வெண்பட்டு ஆடையில் மின்னிடும் தாயே உன்னை மனந்தனில் எண்ணி பணிந்தேன் உன்னை மனந்தனில் எண்ணி பணிந்தேன் கஜலக்ஷ்மியே அம்மா கஜலக்ஷ்மியே கஜலக்ஷ்மியே அம்மா கஜலக்ஷ்மியே கஜமிரண்டு புறம் வணங்கும் கஜலக்ஷ்மியே கஜமிரண்டு புறம் வணங்கும் கஜலக்ஷ்மியே അടുത്തത് ധൈര്യലക്ഷ്മി അഥവാ വീരലക്ഷ്മി എന്നും നമ്മൾ വിളിക്കാറുണ്ട്. അതായത് എല്ലാ ആത്മാക്കൾക്കും ധൈര്യത, ക്ഷമ ഇതിനെയെല്ലാം പ്രദാനം ചെയ്യുന്നവളാണ് ധൈര്യലക്ഷ്മി. ധൈര്യവും കൊടുക്കുന്നു, അതോടൊപ്പം തന്നെ ക്ഷമയും കൊടുക്കുന്നു. ആദ്യം ക്ഷമിക്കും, എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനും സഹിക്കുവാനും പൊറുക്കുവാനും ക്ഷമിക്കുവാനും, എന്നാൽ പ്രതിസന്ധികളെ സമർത്ഥമായിട്ട് നല്ല ഉറച്ച മനസ്സോടുകൂടി ജയിച്ചു മുൻപോട്ട് പോകുവാനുള്ള ധൈര്യവും പ്രദാനം ചെയ്യുന്നവൾ ധൈര്യലക്ഷ്മി. നമ്മുടെ ഉള്ളിലുള്ള ശ്രേഷ്ഠതയെ പ്രാപ്തമാക്കുവാൻ നമ്മളെടുക്കുന്ന സ്ട്രോങ് ഡിറ്റർമിനേഷൻ, ആ ഈഗോ സ്റ്റേറ്റ് മനോഭാവത്തെയാണ് ഇവിടെ ധൈര്യലക്ഷ്മിയായിട്ട്, അതാണ് ധൈര്യലക്ഷ്മി, എൻ്റെ ലക്ഷ്യമാണ് ജീവിതത്തിൽ ധൈര്യത്തെ കരസ്ഥമാക്കുക എന്നുള്ളത്. അപ്പൊ ഏത് വാക്ക് പറയുമ്പോഴും ലക്ഷ്യമി എന്ന വാക്ക് ചേർത്ത് പറയുക. ആ ലക്ഷ്യത്തെ എനിക്ക് സാക്ഷാത്കരിക്കണം, എന്തിന്? ധൈര്യം നേടണം. ഏതൊരു പ്രതിസന്ധിയെയും ഞാൻ സമർത്ഥമായി തരണം ചെയ്ത് മുൻപോട്ട് പോകും. മാത്രമല്ല ഞാൻ ക്ഷമാശീലനാണ്, ക്ഷമയുടെയും മൂർത്തിമത് ഭാവമാണ്. അപ്പൊ നമുക്ക് ഈ സ്മൃതി ഉണർത്തു. ധൈര്യലക്ഷ്മി സർവ ആത്മാക്കൾക്കും അവരുടെ ഈർഷ്യ, ക്രോധം, വെറുപ്പ്, ഭയം ഇത്യാദി നെഗറ്റീവ് മെന്റാലിറ്റിയിൽ നിന്നെല്ലാം അവരെ മോചിപ്പിക്കുന്നു. അതിനുള്ള ധൈര്യം, അതിനുള്ള വീരത അവർക്ക് പകർന്നു കൊടുക്കുകയാണ്. എനിക്കൊരു ഭയം വന്നെങ്കിൽ ആ ഭയത്തെ മാറ്റാൻ എന്നെ കൊണ്ടേ പറ്റുള്ളൂ, വേറെ ആർക്കും അത് സാധിക്കില്ല. അപ്പൊ ഞാൻ തന്നെ ധൈര്യത്തിന്റെ ഒരു ചുവട് വെച്ചെങ്കിലേ എന്നിലെ ഭയത്തെ എനിക്ക് ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിലോ ജീവിതകാലം മുഴുവൻ ഞാൻ ഭയന്നുകൊണ്ട് ജീവിക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ആത്മീക സ്ഥിരത, സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, മനസ്സ് ബുദ്ധി ആടാതെ ഉലയാതെ ഇമ്മൂവബിൾ, അൺഷേക്കബിൾ ആൻഡ് കോൺസ്റ്റന്റ്, അച്ചൽ അടൽ അഡോൾ സ്ഥിതിയിൽ നിലനിർത്തപ്പെടുവാനുള്ള ആ അവസ്ഥ പ്രദാനം ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ധൈര്യലക്ഷ്മിയെ സങ്കല്പിക്കുന്നത്. അതായത് ഈ ധൈര്യലക്ഷ്മിയുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ പശ്ചാത്താപമുക്തമാണ്. നമ്മൾ പറയാറില്ലേ, തിങ്ക് ബിഫോർ ലീപ്പ്.
ഒരു കാര്യത്തിലും എടുത്തു ചാടില്ല. കാര്യകാരണ സഹിതം വസ്തുനിഷ്ഠമായിട്ട് ലോജിക്കായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ച ശേഷം മാത്രമേ അതിലേക്ക് ഇറങ്ങി ചെല്ലുള്ളൂ. അല്ലാതെ ചെയ്തതിനു ശേഷം അങ്ങനെ സംഭവിച്ചു പോയല്ലോ, പറ്റിപ്പോയല്ലോ എന്നുള്ള പശ്ചാത്താപ വിവശയായിരിക്കുന്നവളല്ല ധൈര്യലക്ഷ്മി. അപ്പോ ധൈര്യലക്ഷ്മി എപ്പോഴും പശ്ചാത്താപത്തിൽ നിന്നും മുക്തമായിരിക്കും. മാത്രമല്ല ഒരമ്മയെ പോലെ എല്ലാവർക്കും സ്നേഹം കൊടുക്കും. അമ്മമാരെ കുഞ്ഞിനെ പറയല്ലേ, പേടിക്കണ്ട, മോൻ പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? കുട്ടികൾ മറിഞ്ഞ് വീഴുമ്പോൾ ഓടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? സന്തോഷിപ്പിക്കും, ചിരിപ്പിക്കും. കരയുന്ന കുഞ്ഞുങ്ങളെ ചിരിപ്പിക്കുന്ന ഒരു അമ്മയുടെ കഴിവാണ്. എത്ര വലിയ പ്രോബ്ലം വന്നാലും പറയും സാരമില്ല കേട്ടോ, പോട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നവളാണ് അമ്മ. അതേപോലെ നമ്മളും ആ ധൈര്യലക്ഷ്മിയുടെ സ്വരൂപത്തെ നമ്മളിലേക്ക് ഇമർജ് ചെയ്തിട്ട് അനേക ആത്മാക്കൾക്ക് അവരുടെ ഭയത്തെയും ഭീതിയെയും നെഗറ്റിവിറ്റീസിനും ഈർഷ്യ, വെറുപ്പ്, ക്രോധം ഇന്നെല്ലാം മുക്തമാകാനുള്ള ധൈര്യം പകർന്നു കൊടുത്ത് അവരെയെല്ലാം പരിപാലിക്കുന്ന പാലനാമൂർത്തിയാണ് ശരിക്കും ധൈര്യലക്ഷ്മി. ഇനി നമുക്കതിൻ്റെ അഭ്യാസം ചെയ്യാം. ധൈര്യലക്ഷ്മിയുടെ അനുഭൂതി ചെയ്യൂ. ഞാൻ ശക്തിശാലിയായ ആത്മാവാണ്. ഞാൻ ഉറച്ച മനസ്സോടുകൂടി ധൈര്യത്തിന്റെ ഒരു ചുവട് വയ്ക്കുമ്പോൾ എനിക്ക് സർവശക്തിവാനായ എൻ്റെ പരമപിതാ പരമാത്മാവിൽ നിന്നും 100 മടങ്ങ് സഹായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ധൈര്യത്തിന്റെ ഗുണത്തെ ധാരണ ചെയ്ത് ഞാൻ എല്ലാ പരിതസ്ഥിതികളുടെ മേലും വിജയം നേടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ ധൈര്യസ്വരൂപത്തിലൂടെ സർവ ആത്മാക്കളും ഭയത്തിൽ നിന്നും മുക്തമായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരും അവരിൽ അന്തർലീനമായിരിക്കുന്ന ധൈര്യമെന്ന ഗുണത്തെ തിരിച്ചറിയുകയാണ്. അവരും ശക്തിശാലിയായി തീരുന്നു. ധൈര്യലക്ഷ്മി ശ്രീ ധൈര്യലക്ഷ്മി തിരുവരുളായി വീരം തരും ധൈര്യലക്ഷ്മി. ധൈര്യലക്ഷ്മി ശ്രീ ധൈര്യലക്ഷ്മി തിരുവരുളായി വീരം തരും ധൈര്യലക്ഷ്മി. உரமதை நெஞ்சில் வரமெனவே சேர்க்கும், உரமதை நெஞ்சில் வரமெனவே சேர்க்கும் உலக நாயகி எங்கள் தைரியலக்ஷ்மி. உலக நாயகி எங்கள் தைரியலக்ஷ்மி. தைரியலக்ஷ்மி ஸ்ரீ தைரியலக்ஷ்மி திருவருளாய் வீரம் தரும் தைரியலக்ஷ்மி. ധൈര്യലക്ഷ്മി ശ്രീ ധൈര്യലക്ഷ്മി തിരുവരുളായി വീരം തരും ധൈര്യലക്ഷ്മി.
അടുത്തത് ധാന്യലക്ഷ്മി. ധാന്യലക്ഷ്മി എന്നാൽ സർവോത്തമമായ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നവൾ, ശരീരത്തിന് പുഷ്ടിപ്പെടുത്തുന്നവൾ, നല്ല ധാന്യത്തിലൂടെ നല്ല ആഹാരത്തെ പ്രദാനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ശക്തിയെ പ്രദാനം ചെയ്യുന്നവളാണ് ശരിക്കും ആര്? ധാന്യലക്ഷ്മി. പൗഷ്ടികമായ ഭോജനം കൊടുത്ത് എല്ലാവരുടെയും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന, എന്നാ പറയാ, ഹെൽത്ത് നേരത്തെ പറഞ്ഞു ഹാപ്പിനെസിൻ്റെ ആധാരം ഹെൽത്ത് ആണ്, ശരീരത്തിൻ്റെ ആരോഗ്യം. അതുകൊണ്ട് നമ്മൾ ധാന്യലക്ഷ്മിയെ കാണിക്കുമ്പോൾ കൈകളിൽ കതിര്, കരിമ്പ്, പഴക്കുല മുതലായവ കാണിക്കാറുണ്ട്. അതിൻ്റെ സ്മൃതി എന്താണ്? ധാന്യലക്ഷ്മി നമ്മളുടെ പാടത്ത് കൂടുതലായിട്ട് ധാന്യം ഉണ്ടാകുവാൻ പ്രചോദനം കൊടുക്കുന്നവൾ, എന്ത് വിതച്ചാലും നൂറുമേനി കൊയ്യുന്ന അനുഗ്രഹം ചൊരിയുന്നവൾ. ഈ ധാന്യം, ഈ ആഹാരം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ആരോഗ്യമുള്ളതാക്കി വെക്കുവാനുള്ള പൗഷ്ടികമായ ആഹാരം, പുഷ്ടിപ്പെടുത്തുന്ന ആഹാരത്തിൻ്റെ മഹത്വം ഉണ്ടാക്കി തരുന്നവളാണ്. അങ്ങനെയുള്ള ആ ആഹാരം ഭുജിക്കുന്നതിലൂടെ എല്ലാ അശുദ്ധികളും എല്ലാ ആപത്തുകളും നമ്മളിൽ നിന്ന് വിട്ടൊഴിയുന്നു. അതായത് പ്രകൃതിയുടെ പഞ്ചതത്വങ്ങളിലൂടെ നമുക്ക് സമൃദ്ധി ഉണ്ടാവുന്ന അർത്ഥം. ശരിയായ കാറ്റ്, ശരിയായ സൂര്യപ്രകാശം, ശരിയായ മഴ, ഫലഭൂഷ്ടമായ ഭൂമി, ഇത് വരുമ്പോൾ എന്താണ്? ആ നാട് ധാന്യങ്ങൾ കൊണ്ട് സമൃദ്ധമാകും. അവിടുത്തെ ജനങ്ങൾ അല്ലലില്ലാതെ, വിശപ്പില്ലാതെ, പട്ടിണിയില്ലാതെ കഴിയും. ആ രാജ്യത്ത് എല്ലാവരും ആരായിരിക്കും? യഥാർത്ഥ ആരോഗ്യമുള്ളവരാണ്. അവിടെ ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി പഞ്ചതത്വങ്ങളും സദോപ്രധാനവും സമൃദ്ധമായിരിക്കും. അതുകൊണ്ട് ആ ലോകത്തിലെ ആർക്കും ഒന്നിനും യാതൊരു വിധത്തിലുള്ള കുറവുമില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തെ സർവപ്രഥമമായ സമൃദ്ധികൾ കൊണ്ട് നിറയ്ക്കുവാൻ, എല്ലാ ആപത്തുകളെയും ഇല്ലാതാക്കുവാൻ, പഞ്ചതത്വങ്ങളെയും തൻ്റെ സുഹൃത്താക്കി മാറ്റുവാൻ ഇതിലൂടെ നമുക്ക് സഹായിക്കുന്നു. അതുകൊണ്ട് ധൈര്യലക്ഷ്മിയുടെ സ്വരൂപത്തിൻ്റെ അഭ്യാസം ഒരു 2 മിനിറ്റ്സ് ചെയ്യൂ. ഞാൻ പ്രകൃതിപതിയായ ആത്മാവാണ്. ഞാൻ സ്വരാജ്യ അധികാരിയാണ്. ഞാനിപ്പോൾ എൻ്റെ ശ്രേഷ്ഠമായ വൃത്തിയിലൂടെ, ശുഭഭാവനയിലൂടെ പ്രകൃതിയുടെ തത്വങ്ങൾക്കും സേവനം ചെയ്യുകയാണ്. ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി, എല്ലാ പ്രകൃതി തത്വത്തിലേക്കും ഞാൻ എൻ്റെ പവിത്രതയുടെ തരംഗങ്ങൾ വ്യാപിപ്പിക്കുകയാണ്. എന്നിലെ പവിത്രതയുടെ ശക്തിയിലൂടെ ഈ പ്രകൃതിയും സദോപ്രധാനവും സദാ നിറഞ്ഞതുമായി തീരുന്നു. ഞാൻ പ്രകൃതിക്ക് എത്രത്തോളം സ്നേഹത്തിൻ്റെ സഹയോഗം കൊടുക്കുന്നോ അത്രയും തന്നെ പ്രകൃതി തിരിച്ചെന്നെയും സഹായിക്കുകയാണ്, എന്നെയും സ്നേഹിക്കുകയാണ്. പ്രകൃതിപതിയായ, പ്രകൃതിയുടെ സുഹൃത്തായ എനിക്ക് ഒരിക്കൽ പോലും പ്രകൃതി
ഒരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടാക്കുന്നില്ല. ഞാൻ പ്രകൃതിപതിയായ ധാന്യലക്ഷ്മിയാണ്. പൊന്നക്കെല്ലാം കാരണമാകിയ വാനിലയെ വരവേണ്ടും വരവേണ്ടും ധാന്യലക്ഷ്മി. മണ്ണിൽ വിളയും പൊന്നക്കെല്ലാം കാരണമാകിയ വാനിലയെ വരവേണ്ടും വരവേണ്ടും ധാന്യലക്ഷ്മി. வரவேண்டும் வரவேண்டும் தானியலக்ஷ்மி உந்தன் பதம் வைத்து வரவேண்டும் தானியலக்ஷ்மி. வரவேண்டும் வரவேண்டும் தானியலக்ஷ்மி உந்தன் பதம் வைத்து வரவேண்டும் தானியலக்ஷ்மி. மணியன தானியம் மலர்ந்திட வேண்டும் மாநிலம் உன்னிடம் வேண்டுதல் கோரும் நிலமகளே நீ இன்று நலம் ஏதம்மா நீ இருக்கும் இடம் எங்கும் வளம் தானம்மா. திருமகளே தானியம் சேர்ப்பவளே அருளுடனே பசுமை வளர்ப்பவளே. திருமகளே தானியம் சேர்ப்பவளே அருளுடனே. അടുത്തത് ധനലക്ഷ്മി. എട്ടാമത്തെ ലക്ഷ്മി ധനലക്ഷ്മി. പരിധികളില്ലാത്ത ധനവും സമ്പത്തും പ്രദാനം ചെയ്യുന്നവൾ. നേരത്തെ പറഞ്ഞു ഹെൽത്ത് കഴിഞ്ഞാൽ സന്തോഷത്തിന്റെ അടുത്ത ആധാരം വെൽത്ത് ആണ്. അപ്പൊ പരിധികളില്ലാത്ത സമ്പത്ത്. എന്ത് സമ്പത്ത്? അനേക പ്രകാരത്തിലുള്ള സമ്പത്ത് നിറച്ച് നമ്മളെ എപ്പോഴും ഭർഭൂർ ഫ്ലറിഷ്ഡ് ആക്കി വെക്കുന്ന ലക്ഷ്മി. ഈ ലക്ഷ്മിയെ കുബേര ലക്ഷ്മി എന്നും വിളിക്കാറുണ്ട്. കുബേരനെ പോലെ സമ്പന്നനാക്കി നമ്മളെ മാറ്റുന്നു. സ്മൃതിയിലേക്ക് വരൂ. ധനലക്ഷ്മി എന്നാൽ പരിധികളില്ലാത്ത ധനവും സമ്പത്തും പ്രദാനം ചെയ്യുന്നവൾ. സദാ നമ്മൾ ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കും അല്ലെ, ഭൗതികമായ പദാർത്ഥങ്ങൾ ആണ് യഥാർത്ഥ ധനമെന്നാണ് എല്ലാവരും ധരിച്ചു വെക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ നമ്മളുടെ ധനം എന്ന് പറയുന്നത്, നമ്മുടെ സ്വത്തെന്ന് പറയുന്നത് കേവലം ഭൗതികമായ വസ്തുക്കൾ മാത്രമല്ല. നമ്മുടെ സ്വഭാവം എപ്പോഴും ആനന്ദമയമാക്കി വെക്കും. നമ്മുടെ മുഖം എപ്പോഴും പുഞ്ചിരിക്കുന്നതാക്കി വെക്കും. അതാണ് സന്തുഷ്ടത. ഏറ്റവും വലിയ ധനം അതാണ്, കണ്ടന്റ്മെന്റ്, തൃപ്തി. ഇത് സദാ മംഗളകാരിയാണ്, സദാ സന്തുഷ്ടമായിരിക്കുന്നവളാണ്. എന്നിട്ട് സ്വന്തം ചിരിക്കുന്ന മുഖഭാവത്തിലൂടെ, തൃപ്തമായ മനോഭാവത്തിലൂടെ മറ്റുള്ളവരുടെ മനസ്സിനും തൃപ്തി കൊടുക്കുന്ന, അവരിലും ചിരി ഉണർത്തുന്ന, അവരിലും സംതൃപ്തിയെ പ്രദാനം ചെയ്യുന്നവളാണ് ശരിക്കും ധനലക്ഷ്മി. ഇക്കാരണത്താൽ ഏതൊരു ഭാവനയോടുകൂടി ആര് ദാഹിച്ച് എൻ്റെ അടുക്കൽ വരുന്നുവോ അവരുടെ മനോഭാവങ്ങളെ മനസ്സിലാക്കി അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുവാനുള്ള കഴിവ് എന്നിലുണ്ട്. അങ്ങനെ എൻ്റെ അടുക്കൽ വരുന്ന ഒരാളും യാചകനായി വരുന്ന ആള് നിറച്ചുകൊണ്ട് തിരിച്ചു പോകും. ദരിദ്രത എന്നൊരവസ്ഥ ഒരിക്കലും അവർക്കുണ്ടാകില്ല. കൈനീട്ടിക്കൊണ്ട് വേണം വേണം എന്ന ഭാവമില്ലാതെ നിറച്ചിട്ട് കൊടുക്കണം എന്നുള്ള ഭാവത്തിലേക്ക് നമ്മളെ മാറ്റുന്നു. അതോടൊപ്പം നമ്മുടെ ഉള്ളിൽ എന്തെല്ലാം കംജോരി ഖാമി ഉണ്ടോ, കുറവുകൾ, ബലഹീനതകൾ ഉണ്ടോ, അതെല്ലാം ഇല്ലാതാക്കി ആത്മാവിനെ സമ്പന്നമാക്കുന്നവൾ ധനലക്ഷ്മി. നമുക്ക് 2 മിനിറ്റ് ധനലക്ഷ്മിയുടെ സ്വരൂപത്തിലിരിക്കാം. ഞാൻ ഈ മുഴുവൻ വിശ്വത്തിലും ഏറ്റവും ഹോളിയസ്റ്റായ, ഹൈയസ്റ്റായ, റിച്ചസ്റ്റായ ആത്മാവാണ്.
അതായത് ഞാൻ ആത്മാ ഹോളിയും റിച്ചുമാണ്. എൻ്റെ ഓരോ ചുവടിലും കോടി മടങ്ങ് ഭാഗ്യം നിറഞ്ഞിരിക്കുന്നു. പരമാത്മാവുമായി മിലനം നടത്തുന്നതിലൂടെ ഭഗവാനിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന ഓരോ ജ്ഞാനരത്നങ്ങളും എത്ര വിലമതിച്ചതാണ്. ഞാൻ എല്ലാ ആത്മാക്കൾക്കും ഈ ശുഭഭാവന നൽകിക്കൊണ്ട് അവരെയെല്ലാം ഹോളിയസ്റ്റും ഹയസ്റ്റും റിച്ചസ്റ്റും ആയിത്തീരുവാനുള്ള ഭാഗ്യം ഉണർത്തിക്കൊടുക്കുന്ന ആനന്ദവും സന്തുഷ്ടതയും അനുഭവം ചെയ്യിപ്പിക്കുന്ന പരിധികളില്ലാത്ത സമ്പത്തിന്റെ ഉടമയായ ധനലക്ഷ്മിയാണ് ഞാൻ. ധനലക്ഷ്മി തായേ ചരണം, ധനലക്ഷ്മി തായേ ചരണം, உன் தயவினில் தானே உலகம். தனலக்ஷ்மி தாயே சரணம், உன் தயவினில் தானே உலகம். திருமகளே திருமகளே தனலட்சுமி தாயே சரணம். அலைமகளே அலைமகளே தனலட்சுமி தாயே சரணம். மின்னும் பொன்னின் வண்ணமான தனலக்ஷ்மி, அம்மா உன்னை எண்ண வறுமை போகும் தனலக்ஷ்மி. தனலக்ஷ்மி தாயே சரணம், உன் தயவினில் தானே உலகம். தனலக்ஷ்மி தாயே சரணம். பரமசிவனின் சிவசக்திகள் தோன்றின. சிவசக்திகள் தோன்றின பூவுலகில். சிவசக்திகள் தோன்றின பூவுலகில். சிவசக்திகள் தோன்றின. நித்தம் இல்லத்தில் வழிபடப்பட்ட தேவிகள். நித்தம் இல்லத்தில் வழிபடப்பட்ட தேவிகள் நிஜத்தில் இங்கே நம் தோன்றினார். நிஜத்தில்